الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون والذين في أموالهم حق معلوم للسائل والمحروم والذين هم يصدقون بيوم الدين والذين هم من عذاب ربهم مشفقون إن عذاب ربهم غير مأمون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين ومن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم بشهاداتهم قائمون والذين هم على صلاتهم يحافظون أولئك في جنات مكرمون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്. അത്ഭുതങ്ങളുടെ മഹാകലവറയാണ് മനുഷ്യ മനസ്സ്. നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്, കാണാൻ പറ്റാത്തത്, വിവരിച്ചു തന്നാൽ തന്നെ മനസ്സിലാവാത്തതുമായ ഒരു മഹാപ്രതിഭാസം, യഥാർത്ഥത്തിൽ മനസ്സ് എന്നൊരു യാഥാർത്ഥ്യം. മനുഷ്യാരംഭം മുതലേ ഇതിനെ സംബന്ധിച്ച് പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. കാലഘട്ടങ്ങളിൽ ഒരുപാട് തിയറികളും സിദ്ധാന്തങ്ങളും അതുപോലെ വിവരണങ്ങളും നിർവചനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നും മനുഷ്യന് സമ്പൂർണമായി പിടികിട്ടാത്ത ഒരു സംഗതിയാണ്. സൈഖ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അതിന്റെ അർത്ഥം സോൾ അല്ലെങ്കിൽ സ്പിരിറ്റ്, ആത്മാവ് എന്നാണ്. ആത്മാവിന്റെ പഠനം എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. ആത്മാവ് എന്താണെന്ന് പിടികിട്ടാത്തതുകൊണ്ട് പിന്നെ അത് മനസ്സിന്റെ പഠനമാണ്. മനസ്സിന്റെ പഠനം എന്താണെന്ന് കുറെ കാലം നടന്നിട്ട് പിടികിട്ടാത്തതുകൊണ്ട് അത് ബോധ അബോധാവസ്ഥ, കോൺഷ്യസ് സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്, ബോധ ഉപബോധ അബോധാവസ്ഥ, മൂന്നവസ്ഥ. അതിനെ സംബന്ധിച്ച പഠനമാണ് എന്ന് ഒരു കാലത്ത് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് അത് പെരുമാറ്റ സംഹിതയെക്കുറിച്ച്, ബിഹേവിയറൽ സയൻസ്
അതായത് പെരുമാറ്റത്തെ സംബന്ധിച്ച് പഠനമാണ്. ഇപ്പൊ പെരുമാറ്റം ഉണ്ടാകുന്നത് മനുഷ്യ മനസ്സിന്റെ ധാരണകളും ചിന്താഗതികളും അനുസരിച്ച്. അപ്പൊ വിശ്വാസവും വിജ്ഞാനവും ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ വിശ്വാസവും വിജ്ഞാനവും എങ്ങോട്ടാണ് പോണത്, അതിനനുസരിച്ചായിരിക്കും മനുഷ്യന്റെ കൂടുതൽ പ്രവർത്തനങ്ങളും പോകുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ ശക്തമായ കൺട്രോളുണ്ട്. അള്ളാഹുവിന്റെ കൺട്രോൾ ഇല്ലാത്തതും മനുഷ്യന് മാത്രം സ്വാതന്ത്ര്യമുള്ളതുമായ ഒരു ഏരിയ ഏതാണ് എന്ന് ഒരു പ്രവാചകനും ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഖുർആൻ വ്യാഖ്യാതാക്കളും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നന്മ തിന്മകളെല്ലാം അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ് എന്ന് വിശ്വസിക്കൽ ഈമാന്റെ അല്ലെങ്കിൽ ഖദറിന്റെ ഒരു ഭാഗമാക്കി, വിധിയുടെ ഒരു ഭാഗമാക്കി തീരുമാനിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇതിന് ആഴങ്ങളിൽ ഇറങ്ങി ചിന്തിച്ചാല് അന്തം വിട്ടു പോകുന്നുള്ള അല്ലാതെ, അന്തം വിടുക എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തവും കിട്ടാതായി പോകുന്നുള്ള അല്ലാതെ വലിയ വിവരമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. നമ്മളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് മനസ്സ്. പക്ഷെ ആ മനസ്സിന്റെ നിർവചനമോ ശക്തമായ നിർവചനമോ അതുപോലെ അതിന്റെ വ്യാഖ്യാനമോ ആണ് നമുക്ക് നൽകാൻ സാധിക്കുന്നില്ല എന്നത് വളരെ വലിയൊരു അത്ഭുതകരമായ സംഗതി. അതുപോലെ തന്നെ വേറെ രണ്ട് സംഗതികളുണ്ട്. ജീവൻ എന്താണ് എന്ന്, എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൃത്യമായി ശാസ്ത്രീയമായി പറയാൻ സാധ്യമല്ല. അതുപോലെ മനുഷ്യനുള്ള ആത്മാവിനെ സംബന്ധിച്ച് 4 സംഗതികളാണ് മനുഷ്യനുള്ളത്: ശരീരവും മനസ്സും ജീവനും ആത്മാവും. അത് ശരീരം കാണുന്നതാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന് പറയാം. പക്ഷെ അതിന്റെയും ആഴങ്ങളിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അത് ഒരു പിടികിട്ടാത്തൊരു സംഗതി. ചുരുക്കത്തിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരുതരം അദൃശ്യ ജീവികളായിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സ് ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ ശരീരം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്കറിയാലോ, മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു. ഒരുപാട് തട്ടിപ്പുകൾ ആ കാര്യത്തിൽ ആധുനിക ലോകത്തുണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ മനസ്സ് ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അവനില്ല എന്നുള്ള. അപ്പൊ മനസ്സുണ്ടെങ്കിലേ മനുഷ്യൻ യഥാർത്ഥത്തിലുള്ളൂ എന്നുള്ള നഫ്സ് എന്ന പദത്തിലൂടെയാണ് ഖുർആൻ അത് നമുക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചിരുന്നത്. നഫ്സിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ പൗരാണിക കാലഘട്ടത്തിലും മധ്യകാലഘട്ടത്തിലും ആധുനിക കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. ഇബ്നു സിനൈൻ പോലെയുള്ള പണ്ഡിതന്മാർ, അവിസന്ന എന്ന യൂറോപ്പിലാകപ്പാറ അറിയപ്പെടുന്ന മധ്യകാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിശഗ്വരൻ, ശാസ്ത്രജ്ഞൻ, എഴുത്തുകാരൻ എല്ലാം ആയ മൂപ്പർ പറഞ്ഞിട്ടത് ബ്ലഡാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ ശരീരത്തിൽ രക്തം ഓടുന്നിടത്ത് പിശാച് സഞ്ചരിക്കുന്നു. ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയത്. പള്ളിയിൽ അദ്ദേഹം ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ അദ്ദേഹം കാണാമെന്ന് സത്യവാനാണ്. വൈകുന്നേര സമയമായി ഏതാണ്ട് മദറിനോടടുത്താണ്. അവർ സംഭാഷണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റസൂല അവരുടെ കൂടെ കുറച്ചു നേരം പള്ളി വിട്ട് കങ്കണം വരെ പോയി. അപ്പൊ അതിന്റെ അപ്പുറത്ത് ഒരു കല്ലിൽ 2 സഹാബാക്കൾ ഇരിക്കുകയായിരുന്നു. റസൂലിനെയും ഭാര്യയും കണ്ടപ്പോ അവർ എഴുന്നേറ്റ് പോയി. അപ്പൊ അവിടെ റസൂല ഭാര്യയോട് അവിടെ നിൽക്കുക. അവരെ വിളിച്ചു, ഇതെന്റെ ഭാര്യയാണ് കേട്ടോ എന്ന് പറഞ്ഞു. കാരണം സംശയത്തിനും ചാൻസ് കൊടുക്കേണ്ടത്. ഒരു പ്രവാചകനെ കാണാൻ വന്ന ഒരാള് ഇതെന്റെ ഭാവത്തേക്ക് വന്ന 2 ഭാര്യയാണ്. അതാണ് റസൂൽ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾക്ക് സംശയം ഉണ്ടാകുമോ? അപ്പോൾ റസൂൽ പറഞ്ഞു, മനുഷ്യ മനസ്സിൽ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കുറെ ഹദീസുകളുണ്ട്. ആ ഹദീസുകളൊക്കെ ഗവേഷണ പഠനം നടത്തിയിട്ട് ബ്ലഡാണ് മനസ്സിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന്. പക്ഷെ അത് തട്ടിപ്പോയി. കുറെ കാലം ഹൃദയത്തെ കുറിച്ചായിരുന്നു പഠനം, പിന്നെ അത് മസ്തിഷ്കത്തെ കുറിച്ചായിരുന്നു, പിന്നെ ന്യൂറോ കൾച്ചർ, പിന്നെ വീണ്ടും ആ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് ഹൃദയത്തിലാണ് ഇതിന്റെ കേന്ദ്രം എന്നുള്ളത്. എന്തായിരുന്നാലും ഈ ഹൃദയത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംഗതികൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വികാരങ്ങൾ പല തരത്തിലാണ്. നമുക്കറിയാം, ഒരു സമയം ഉണ്ടാകുന്ന വികാരമില്ല. മനസ്സൊരു സ്ഥലത്ത് നിൽക്കൂല, ഒരു ചിന്തയിൽ ഉറച്ചിക്കൂല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ മനുഷ്യനൊരു ഭയങ്കര ദൗർബല്യമുണ്ട്. ഈ മനസ്സിങ്ങനെ മാറുന്നതനുസരിച്ച് അവന്റെ പെരുമാറ്റത്തിനും സ്വഭാവത്തിനും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ദൗർബല്യങ്ങളെയാണ് ആദ്യം എടുത്ത് പറയുന്നത്. മനുഷ്യന് ആ മനസ്സിന്റെ ദൗർബല്യം, വിവിധ തരത്തിലുള്ള മനുഷ്യ മനസ്സിന്റെ വികാരങ്ങൾ. വികാരത്തിൽ നിന്നാണ് വിചാരം ഉണ്ടാവുന്നത്, വിചാരത്തിൽ നിന്നാണ് ചിന്ത ഉണ്ടാവുന്നത്, ചിന്തയിൽ നിന്നാണ് ആശയവും ഉണ്ടാവുന്നത്, അതിൽ നിന്നാണ് ഭാഷയും പ്രവൃത്തിയും ഉണ്ടാകുന്നത്. ഈ ഇത് സീക്വൻസ് വളരെ
സ്പീഡിൽ നടക്കുന്നുണ്ട്. ചിലപ്പോ മോർ ദാൻ ലൈറ്റ് സ്പീഡ്, അതായത് പ്രകാശ വേഗതയേക്കാൾ കൂടുതൽ വേഗതയിൽ നടക്കുന്നതുകൊണ്ട് അതിന്റെ പ്രോസസ്സ് നമുക്ക് അറിയില്ല എന്നുള്ളത്. സംഗതി ഇതൊക്കെ നമ്മളെല്ലാം കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഒരു ജനപ്പിന് തകരാറ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാവും, കേൾവിക്ക് പ്രശ്നം ഉണ്ടാവും, ഇനി കളർ മനസ്സിലാക്കുന്നതിന് പ്രശ്നം ഉണ്ടാവും. വളരെ ആഴങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ സംഗതികളുള്ളത്. ഇതുവരെ മനുഷ്യൻ അതിന്റെ പൂർണ്ണമായ ഒരു വിശദീകരണം കണ്ടെത്തിയിട്ടില്ല. ജീവിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ പോകുന്നു എന്നുള്ളത്. പലരും വിചാരിക്കുന്നത് നമുക്കതൊക്കെ അറിയാം. ആഴത്തിൽ അവിടെ ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല എന്നറിയും. അറിയില്ല എന്നറിയുന്നതാണ് ഏറ്റവും നല്ല അറിവ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, വാക്കിന്റെ നേരെ അർത്ഥം മനുഷ്യന് ഒരു അക്ഷമനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അക്ഷമനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഖുലിഖ എന്ന് പറഞ്ഞാണ് ആ പദം ഉപയോഗിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ സബ്ജക്ട് വേറെ, അല്ലാഹു ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ മനുഷ്യനെ അങ്ങനെ മഹാ അക്ഷമനായിട്ട് അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കി എന്നുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നത്. ഖുർആന്റെ മൊത്തം ശൈലിയിൽ നിന്ന് അതിന് പണ്ഡിതന്മാര് വളരെ വ്യക്തമായ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഇതാ മസ്സഹു ശർറു ജസുഅ, അതായത് എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചാൽ, തിന്മ ബാധിച്ചാൽ, ഷർറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, പ്രയാസം, തിന്മ, വേദന, ദുഃഖം, എല്ലാത്തിനും പെടും. എല്ലാത്തിനും ഷർറാണ്. ഷർറ് ബാധിച്ചു കഴിഞ്ഞാൽ ജസുഅ, അവന് പൊറുതികേട് കാണിക്കുന്നവനായിരിക്കും. ഏതെങ്കിലും ഒരു തിന്മ മനുഷ്യൻ അവന്റെ മനസ്സിന്റെ ആഗ്രഹത്തിനും താല്പര്യത്തിനും പറ്റിയ ഒരു സംഗതി നടന്നില്ലെങ്കിൽ പൊറുതികേട് കാണിക്കും. നല്ലൊരു ക്ലീനോമാനിയ ഉള്ള ആളാണ് പറഞ്ഞത്. എല്ലാം എപ്പോഴും വളരെ ക്ലീനായിരിക്കണം. വീട്ട് ക്ലീനായിരിക്കണം, അവിടെ ക്ലീനായിരിക്കണം, സോഫ ക്ലീനായിരിക്കണം, എല്ലാം ഇരിക്കണം. ഞാൻ സാധാരണ പറയാം ക്ലീനോമാനിയ പെണ്ണുങ്ങൾക്കാണ് സാധാരണ ഉണ്ടാവുക. ചില ആണുങ്ങൾക്കും ഈ പിരാക്കുണ്ടാവും. അപ്പോ അവരിങ്ങനെ പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും. അവരിങ്ങനെ മനുഷ്യർക്ക് എടുത്ത് അവിടെയൊക്കെ വരച്ച് ഇവിടെയൊക്കെ വരച്ച് അത് ചെറിയ പിടിച്ച് ഒരു കുടുംബകാര്യങ്ങള് കാരണവരിങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ഇതൊക്കെ ആകെ വൃത്തിയാണ്. നേരത്തെ അടുക്കി വെച്ച് പോയതാണ്. പെട്ടെന്ന് ചൂടാകും, പിടിക്കൂല. കാരണം തന്റെ മനസ്സിന്റെയും ചിന്താഗതിയുടെയും എതിരായിട്ടാണ് അവിടെ കണ്ടത്. അത് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിന് ഒച്ചയിടും, ബഹളമിടും, അപ്പൊ മോള് വരും, അല്ലെങ്കിൽ ഭാര്യ വരും, ആകെപ്പാടെ കുടുംബത്തിൽ കച്ചട, രാവിലെ തന്നെ കച്ചട. ഇത് സാധാരണ നിലയിൽ നിത്യജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഒരു നല്ല നിലയ്ക്ക് ഭാര്യയുടെ അടുത്ത് വർത്താനം പറഞ്ഞു. അപ്പൊ അന്നേരത്തെ മുഖത്തിന്റെ ജ്യേഷ്ഠ അനുസരിച്ച് പിടിച്ചില്ല. അതിന് വേറെ ഒരു പണം അറിഞ്ഞുകൊണ്ട് അപ്പൊ പിടിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കണതല്ല. അപ്പൊ നമുക്ക് ദേഷ്യം പിടിച്ചു. അറ്റണ്ട് പഠിച്ചു കൊടുത്തു. അല്ലാതെ റസൂൽ പറഞ്ഞ് മുഖത്തടിക്കാൻ പാടില്ല, നിങ്ങൾ മുഖത്തടിച്ച് നിങ്ങൾ സത്യവിശ്വാസമല്ല എന്നാണ് വിവരമുള്ള പെണ്ണ് ഉടനെ ഭർത്താവിനോട് പറയാം. കുടുങ്ങി. ഇത് നിത്യജീവിതത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണാം. റോഡിൽ ഇറങ്ങിയാൽ വാഹനം ഓടിക്കണത്. ചില ആളുകൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അവർ ഒതുങ്ങിപ്പോയാൽ പോലും ചടുവില്ല. അതിങ്ങനെ ഒരു തരം റോഡല്ല ഞങ്ങളുടേതാണ് എന്ന ധാരണയിലാണ് അഹങ്കാരത്തോടുകൂടി വാഹനം ഓടിച്ചു വന്നത്. ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ടാ ഒരു ആളുകളെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് സംഗതികൾ ഖുർആനിലൂടെ പറഞ്ഞു. അപ്പൊ നമുക്കൊരു ചിന്മ ബാധിച്ചാൽ, ഒരു പ്രയാസം അനുഭവപ്പെട്ടാൽ, ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ, നമ്മുടെ താല്പര്യങ്ങൾ അനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പൊറുതികെട്ടവനായിട്ട് മാറും. യഥാർത്ഥത്തിൽ നമ്മുടെ താല്പര്യങ്ങളും കാര്യങ്ങളും നടത്തുന്നതും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ശാസ്ത്രകാരന്മാർ ഒരുപാട് പഠിച്ചിട്ട് കഴിയില്ല എന്ന് പറഞ്ഞില്ല. അതായത് ഒരാളിന്റെ വിശ്വാസം, ഒരാളുടെ വിജ്ഞാനം, ഒരാളുടെ വിശ്വാസം, അയാളുടെ പ്രതീക്ഷ, അതേസമയം സംഭവങ്ങൾ അയാളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നടക്കും. പലപ്പോഴും നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട്. നമ്മുടെ താല്പര്യങ്ങളോ ആഗ്രഹങ്ങളോ പ്രതീക്ഷകൾക്കോ അപ്പുറമായിരിക്കും. എന്തുകൊണ്ടത് അങ്ങനെ സംഭവിക്കുന്നു? എങ്ങനെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നു? മനുഷ്യൻ മാത്രമല്ലല്ലോ, ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് സംഗതികളുണ്ടല്ലോ. നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ അന്തരീക്ഷം വളരെ മര്യാദയോടെ നിന്നിരണമല്ലോ. ഭയങ്കരമായി കാറ്റടിച്ച് ഇറങ്ങാൻ പറ്റുമോ? ഭൂമി കുലുങ്ങി താണ്ടുപോയി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റുമോ? അല്ലാത്ത ഗ്രാമീണ ചോദിക്കാം, നിങ്ങൾ വളരെ സേഫായിട്ട് നടക്കാൻ ഇരിക്കുന്നു വിചാരിക്കുന്നത്. നാം ഇതൊക്കെ വളരെ സൗകര്യപൂർവ്വം നിർത്തി തന്നുകൊണ്ടാണല്ലോ ഞങ്ങളിതിന്റെ മുകളിൽ നടക്കണമെന്നതാണ്. നമ്മൾക്കാരും മനസ്സിലാവില്ലല്ലോ. കാരണം ഇതൊക്കെ നമ്മളതാണെന്നാണല്ലോ മരിക്കുന്നത് വിചാരം. മരിക്കുന്ന സമയത്താണ് ഇതെന്ന് എന്റെ അല്ല എന്ന് മിക്കവാറും മനുഷ്യന്മാരെ മനസ്സിലാക്കും. അപ്പൊ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് ഇവനെങ്ങനെ നടത്തിക്കൊണ്ട് പോണത്. നടക്കുമ്പോൾ കാലും നട്ടലും തലച്ചോറും കണ്ണും മുഖം തമ്മിലുള്ള ബന്ധം, അവന്റെ ബാലൻസ് ക്ലിയർ ചെയ്യാനുള്ള ചെവി, അവന്റെ കണ്ണ്, അവന്റെ കാഴ്ചയും ചെവിയും തമ്മിലുള്ള ഒപ്പാണെങ്കിൽ അവന്റെ ബാലൻസ് തെറ്റി പോകുന്നതാണ്. ഒരുപാട് തരത്തിലുള്ള സംവിധാനങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഒരുപാട് മലക്കുകളെ നമ്മളെ കൂടെ ഏർപ്പാടാക്കിയിരിക്കുന്നു. നയിക്കാന്, പോകാന്, വരാന്, എല്ലാവരും ഓരോരുത്തരും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു നല്ല ഡോക്ടർ
രോഗികളെ ആത്മാർത്ഥമായി ചികിത്സിക്കാൻ പോകുമ്പോൾ 70,000 മലക്കുകളുടെ അടുമ്പടിയോടിയാണ് പോണതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അത് മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറുടെ പോക്കിന് എന്തൊരു ആത്മചൈതന്യം ഉണ്ടാവും, എന്തൊരു ആത്മവീനുണ്ടാവും. അതുപോലെ കച്ചവടക്കാരൻ, അതുപോലെ പൊതുജന നേതാവ്, അതുപോലെ വക്കീല്, അതുപോലെ അധ്യാപകൻ, ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തി അല്ലാഹുവിന്റെ തൃപ്തിക്ക് ലക്ഷ്യം വെച്ച് പോകുമ്പോൾ അവരെ സഹായിക്കാൻ ഒരുപാട് മാലാഖമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെയാണ്. പക്ഷെ നമുക്ക് കാണാനുള്ള ഒരു ഒന്ന് വിജ്ഞാനവും വിശ്വാസവും, ആ വിജ്ഞാനത്തിനും വിശ്വാസത്തിനും ഒരു കണ്ണും വേണം എന്നുള്ളതാണ്. അകക്കണ്ണ് വേണം. അങ്ങനെ ഒരു അകക്കണ്ണുണ്ടെങ്കിലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. ഇനി ഇതാ മസ്ഹുൽ ഖൈറു മനുഅ, ഇനി മറിച്ച് അവൻ എന്തെങ്കിലും ഒരു സൗഭാഗ്യം വന്നാലോ അവനത് തടഞ്ഞു വെക്കും. മനുഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഉള്ളവർക്ക് കൊടുക്കാൻ അവൻ ഇഷ്ടമുണ്ടാവില്ല, എല്ലാം തന്നിലേക്ക് കെട്ടിപ്പിടിക്കുക എന്നുള്ളത്. ഞാൻ, എന്റെ ബന്ധുക്കൾ, എന്റെ കുടുംബം, എന്റെ ഭാര്യ, എന്റെ മക്കള്, ഭാര്യയുടെ ഏട്ടത്തി, അനിയത്തി, മക്കള്, ഇങ്ങനെ ചിലർ കുറച്ച് വിശാലായിരിക്കും, ചിലര് സ്വന്തം നിലയ്ക്ക് മാത്രമാവും, ചിലരിങ്ങനെ കുറച്ചുകൂടെ ഒരു വിശാല കുടുംബത്തിൽ മാത്രം. പക്ഷെ അവൻ ലോകത്തോളം വലുതാവേണ്ട മനസ്സുള്ളവനാണ് ഈ കുടുംബത്തിൽ മാത്രം നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് തെളിവുകൾ സമകാലികത്തിൽ നമുക്കുണ്ട് എന്നുള്ളതാണ്. വിശദീകരിക്കാൻ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. അതായത് ഒരു മനുഷ്യൻ എന്തെങ്കിലും സൗഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് എന്റെ മെടുക്കും കഴിവും കൊണ്ടാണെന്നുള്ള ധാരണയിൽ അവന് സ്വജനപക്ഷപാതത്തിന് അങ്ങേയറ്റം വരെ പോകുമെന്നുള്ളത് ഒരുപാട് തെളിവുകളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അക്രമവും അനീതിയും യുദ്ധവും പ്രശ്നവും കോട്ടവും മറ്റുള്ള എല്ലാം ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ കുറെ മനുഷ്യന്മാരുടെ സ്വാർത്ഥതയിൽ നിന്നാണ്. ഈ സ്വാർത്ഥത എങ്ങനെ പറയുന്നത്? വിവരക്കേടുകൊണ്ടാണ് സ്വാർത്ഥത. ഇത് എന്റേതാണ് എന്നുള്ള ധാരണ ഉണ്ടാകും. ഞാൻ ഈ ഭൂമിയിൽ തൽക്കാലം ജീവിക്കാൻ വന്നതാണ്, എനിക്ക് നൽകിയതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംഭാവനയാണ്, ഞാൻ നാളെ മരിച്ചു പോകും, അപ്പൊ ഇതെല്ലാം പോവും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ നീതിപൂർവ്വം വർത്തിക്കണമെന്ന ബോധം ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. ആ ബോധം ഉണ്ടാക്കി കൊടുക്കാനാണ് പ്രവാചകന്മാർ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായിട്ട് ഇതിങ്ങനെ ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രധാനപ്പെട്ട ദൗർബല്യം എടുത്ത് പറയും. എന്തെങ്കിലും അവൻ അനിഷ്ടകരമായി എല്ലാം കൂടെ ഒന്നിച്ചാണ് പറയാം. അയാളെ മൊത്തം നെഗറ്റീവ്സ് എല്ലാം കൂടെ ഒറ്റയടിക്ക് പറയാം. എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവം ഉണ്ടായാൽ അവൻ പൊറുതികേട് കാണിക്കുന്നവനായിരിക്കും. എന്തെങ്കിലും സൗഭാഗ്യം ലഭിച്ചാലോ അവൻ സ്വയം കിട്ടിയത് മുഴുവൻ തട്ടിയും. അതുപോലെ ഭയങ്കരമായ ആർച്ചയായിരിക്കും അവന് ഭൗതിക താല്പര്യം, ഭൗതികമായ വസ്തുക്കളുടെ പണത്തിനോടും അതുപോലെ ബന്ധപ്പെട്ടുള്ള കാര്യം. ഇല്ലൽ മുസല്ലീൻ, പക്ഷെ നമസ്കരിക്കുന്ന ആളുകൾ അങ്ങനെ ആവില്ല. സത്യവിശ്വാസികൾ, സത്യത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ ആവില്ല, അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അല്ലദീന ഹും അലാ സലാത്തിഹിം ദായിമൂൻ, അവർ ദായിമായി, അതായത് ശരി പതിവായി നിസ്കരിക്കുന്നവർ. എപ്പോഴെങ്കിലും വെള്ളിയാഴ്ച പള്ളിയിൽ പോണ കാര്യമല്ല പറഞ്ഞത്, അല്ലെങ്കിൽ പെരുന്നാൾ കഴിയുമ്പോൾ പള്ളിയിൽ പോണ കാര്യമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും 5 കൊത്തിന് 3 കൊത്ത് നിസ്കരിക്കുന്നവരുടെ കാര്യമല്ല. ദായിമൂൻ ഇനി വരുന്നുണ്ട് പിന്നീട്. ഇവിടെ കൃത്യമായി പറയണം, അതായത് പതിവായി നമസ്കരിക്കും, ദായിമായി നമസ്കരിക്കുന്നവരാകുന്നു. മാത്രമല്ല, അപ്പൊ അവരുടെ കണ്ടീഷൻ ഒന്ന്, അവര് നിസ്കരിക്കുന്ന ആളുകള് അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വരുമ്പോ ഭയങ്കരമായ പൊറുതികേട് കാണിക്കുന്ന കൂട്ടത്തിലുള്ള മനസ്സിന്റെ ഉടമകൾ ആയി മാറുകയില്ല. മനസ്സിനെ നിയന്ത്രിക്കണം അല്ലേ. അപ്പൊ പൊറുതികേട് ആർക്ക് എപ്പോ വെച്ചു കൊടുക്കണം എന്ന് അത് തീരുമാനിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കേണ്ട നമ്മൾ സ്വന്തം നിലയ്ക്ക് പൊറുതികേട് കാണിക്കുകയാണ്, അല്ല നമ്മൾ സ്വന്തം നിലയ്ക്ക് പൊറുതികേട് ശമിപ്പിക്കുകയാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല കേട്ടോ. ആളുകൾ വിചാരിക്കും പൊറുതികേട് കാണിക്കലേ പൊറുതികേട്, ഞാൻ വിചാരിച്ചാൽ പറ്റില്ല. അത് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഇടപെടലുണ്ടെങ്കിലേ ആ പൊറുതികേട് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാഹു വെച്ചിരുന്നാണ് ഈ പൊറുതികേട്. അല്ലാഹ് ഇല്ലാതെ ഒന്നും നടക്കൂലല്ലോ. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി വേണം, സഹായം വേണം, എങ്കിലേ നടക്കുള്ളൂ. അത് പൊറുതി വേണോ പൊറുതികേട് വേണോ എന്ന് തീരുമാനിക്കാൻ അല്ലാഹു തആല ചില ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ള. അപ്പൊ കൃത്യമായി നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പൊറുതികേട് ഉണ്ടാവാത്ത ഒരു മനസ്സുണ്ടാക്കി കൊടുക്കുമെന്നുള്ളതാണ്. പിന്നെ വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം, അഗതികൾക്കും അതുപോലെ തന്നെ ജീവിതമാർഗം അടയപ്പെട്ടവർക്കും അവർക്ക് കിട്ടിയതിൽ നിന്ന് ഒരു വിഹിതം നിശ്ചയിക്കുന്നതാണ്. എനിക്ക് കുറച്ച് സമ്പത്തും സൗകര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് ഇവിടെ തടയപ്പെട്ട കുറെ മനുഷ്യന്മാരുണ്ട്, അതുപോലെ തന്നെ അർഹരായ അഗതികളായവരുണ്ട്. ഹഖ് എന്ന് പറഞ്ഞാൽ അവർക്ക് ദാനം കൊടുക്കില്ല, അത് അവരുടെ അവകാശമായി തന്നെയിരിക്കുന്നത്. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് അത് ഇല്ലാത്തവനൊരു അവകാശമായിട്ട് എന്റെ കടമയായിട്ട് ഞാൻ തീരുമാനിക്കുന്നു. അങ്ങനെയുള്ള മനസ്സുള്ള മനുഷ്യർക്ക് ഇങ്ങനെ വല്ലാണ്ട് പൊറുതികേട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുക്കില്ല. വല്ലദീന ഹും യസദ്ദഖൂന ബിയൗമിദ്ദീൻ,
അതായത് ഈ പ്രതിഫല ദിനം എന്ന് പറയുന്ന ദിനമുണ്ട്. മരിച്ചുപോയി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ അസംബ്ലിയിൽ ഭയങ്കര ഗ്രേറ്റ് അസംബ്ലിയിൽ ഹാജരാക്കിയിട്ട് അവരുടെ ജീവിത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിചാരണ ചെയ്യും. ആ വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ നന്മതിന്മകൾ തൂക്കി നോക്കുന്നത് കൃത്യമായിട്ടും അത് തൂക്കി നോക്കാനുള്ള സംവിധാനമുണ്ട്. തൂക്കി തന്നെ നോക്കാം, ഒരു കുഴപ്പമില്ല. ഒരു നന്മ ചെയ്യാൻ എത്ര ആക്ട് ഉപയോഗിച്ചു, അതിന് ഇത്ര ഭാരമുണ്ട് എന്നുള്ളത് കൃത്യമായി തൂക്കാം. ഇനി എത്ര നീളത്തിൽ വേണമെങ്കിലും തൂക്കാം. ഏതളവിലും തൂക്കാൻ പറ്റുന്ന പോലത്തിലാണ് ആധുനിക ലോകത്തിന്റെ ശാസ്ത്രം പ്രവർത്തിക്കുന്നത്. ആധുനിക ലോകത്തിങ്ങനെ പറ്റുമെങ്കിൽ അള്ളാഹു എന്നത് പറ്റുന്നത് ഒരു സംശയമില്ലാത്തൊരു സംഗതിയാണല്ലോ. അപ്പൊ നമ്മളൊരു ചിരിക്ക് എത്ര ഭാരമുണ്ട്, എത്ര ആക്ടം ഉപയോഗിച്ചിട്ടാണ് ചിരിച്ചത്, അതിന് എത്ര ഭാരമുണ്ട് എന്ന് അതിന്റെ ഇത് കണക്കാക്കി നമുക്ക് പറയാൻ പറ്റും. അതിന് കുറെ ഞാൻ സൂപ്പർ സ്ട്രിംഗ് എന്ന് പറഞ്ഞത് അതിന്റെ നീളം കണക്കാക്കാൻ പറ്റും. അപ്പൊ എത്ര നീളത്തിലാണ് ചിരിച്ചത്, ഏത് ഒരു തരത്തിൽ പൗണ്ടിലാണോ കിലോഗ്രാമിലാണോ മില്ലിമീറ്ററിലാണോ ഏത് തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പര്യാപ്തമായ നിലയിലാണ് കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ചെയ്യുന്നത്. അപ്പൊ അതിനെ സത്യപ്പെടുത്തുന്നവരാണ് പ്രതിഫലം. അല്ലാഹുവിന്റെ വിചാരണയുടെ നാളിനെ സത്യപ്പെടുത്തുന്ന ഒരു സ്വഭാവം, ഒരു വിവരവും വിജ്ഞാനവും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പൂർത്തികളുണ്ടാവില്ല. തെറ്റിപ്പോയാൽ പടച്ചവൻ ശിക്ഷിച്ചൊളിയുമെന്ന് പറഞ്ഞ് അള്ളാഹു സ്വന്തം രക്ഷിതാവിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുന്ന ഒരു മനസ്സുള്ളവരാണ്, അള്ളാഹുവിനെ ഭയക്കുന്നവരാണ് എന്നാണ്. അതായത് അത് ഇങ്ങനെ പ്രതീക്ഷിക്കപ്പെടേണ്ടാത്ത ഒരു കാര്യമല്ല. ഏത് സമയം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ വന്നേക്കാം. അതുകൊണ്ട് ഞാൻ അള്ളാഹുമായി ഒട്ടി നിന്നാലേ രക്ഷയുള്ളൂ, അവനാണ് രക്ഷകനെന്ന് മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറതികേട് ഉണ്ടാവുന്നതിന് അള്ളാഹു തആല തടഞ്ഞതാണ്. والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. ഇനി ലൈംഗിക സദാചാരത്തെ കുറിച്ചാണ്. അവരുടെ ലൈംഗിക ആവശ്യങ്ങൾ അവരുടെ ഭാര്യമാരോ വലങ്കയുടമയാക്കിയ ആളുകളോ അത് കുഴപ്പമൊന്നുമില്ല. അല്ലാത്തതിന്റെ അപ്പുറം പോകുന്ന ആളുകളുണ്ട്. അതായത് ഇതിന്റെ അപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ അക്രമിയാണ് എന്നുള്ള അവരുടെ വിശ്വസ്തതകളുടെ അമാനത്തുകളുടെ ആ അമാനത്തുകളില് എല്ലാം അവര് അഹദ് കരാറുകളൊക്കെ അവര് പൂർത്തീകരിക്കുന്ന ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അമാനത്തിന്റെ കാര്യം പറയുമ്പോ വളരെ ഗൗരവമുള്ള അമാനത്താണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും വളരെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന സംഗതികളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള കരാറ് പാലിക്കാനാണ്. അത് ആദ്യത്തെ ഒരു അമാനത്തുണ്ട്. അതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ജീവിതത്തിന്റെ എല്ലാ വിശ്വസ്തകളും നിലനിൽക്കുന്നത്. ഇന്ന അഅ്ലനൽ അമാനത അലസ് സമാഇ വൽ അർദി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅഷ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന സലൂമൻ ജഹൂല. അതായത് ഈ മനുഷ്യനാവുക എന്ന ഒരു ഉത്തരവാദിത്വം, മനുഷ്യന്റെ ഒരു ഉത്തരവാദിത്വം, മനുഷ്യ വ്യക്തി ഇങ്ങനെ ആയിരിക്കും, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ആകാശബിംബങ്ങളോട് ചോദിച്ചപ്പോ അവർ പേടിച്ചു വരച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ മനുഷ്യരെ ഏറ്റെടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ചിത്രീകരണം. അതായത് ആകാശഭൂമികൾക്കുള്ള ഈ വലിയ ഭീമാകാരങ്ങളായ ഗോളങ്ങളൊക്കെ ഉള്ള ആകാശം ഉണ്ടല്ലോ, അതുപോലെ വലിയ ഭൂമി, ഈ ഭൂമിക്കൊന്നുമില്ലാത്ത വലിയൊരു ഉത്തരവാദിത്വമാണ് ഇൻസാൻ മനുഷ്യന് നൽകിയിരിക്കുന്നത്. അവനത് ഏറ്റെടുത്തതാണ്. എന്നിട്ട് അത് പ്രയോഗിച്ചിട്ട് ഏറ്റവും ഉന്നതിയിലെത്താൻ അവൻ ശ്രമിക്കാതെ ഇന്നഹുകാന വലൂമൻ ജഹൂല, അവൻ വിഡ്ഢിയും അക്രമിയുമായി പോയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു അമാനത്തിനെ കുറിച്ച് പറയുന്നു. വിഡ്ഢിയും അക്രമിയായി രക്ഷപ്പെടുത്തിക്കളയാണ്. കാരണം ദുനിയാവിലെ കുറഞ്ഞ സമയമുണ്ട്, പിന്നെ എവർലാസ്റ്റിംഗ് പാരഡൈസ്, എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗമാണ് തരാമെന്ന് പറയുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഒന്ന് ക്ഷമയോടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവാത്ത വിധി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ക്രമത്തെ തെറ്റിക്കുന്ന അക്രമി. ഇന്നഹു കാന വലൂമൻ ജഹൂല. അപ്പൊ നമ്മൾ ഓരോരുത്തരും എത്രമാത്രമാണ് ഈ കാര്യത്തിൽ അക്രമം പ്രവർത്തിക്കുന്നത്, വിഡ്ഢിത്തം പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിച്ചു നോക്കാൻ പര്യാപ്തമായ ഒരു ആയത്താണ് എന്നുള്ള. അപ്പോ അങ്ങനെയുള്ള അമാനത്ത് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ അമാനത്തുകളും, കാരണം അമാനത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു സ്ഥാനം വിശ്വസിച്ചേൽപ്പിക്കുക, പൈസ വിശ്വസിച്ചേൽപ്പിക്കുക, പ്രസിഡന്റ് ആക്കുക, സെക്രട്ടറി ആക്കുക, മന്ത്രി ആക്കുക, ഇവര് സെക്രട്ടറി ജനറൽ, ഇപ്പൊ പുതിയ സെക്രട്ടറി ജനറൽ എടുത്തിട്ടുണ്ട്, അതൊരു സെക്രട്ടറി ജനറൽ ആക്കുക. ഏത് നൽകപ്പെട്ടാലും ഏത് സ്ഥാനം നൽകപ്പെട്ടാലും അത് വിശ്വസ്തയോടെ പാലിക്കുന്ന ആളുകൾ. നമ്മളൊന്നും ആലോചിച്ചില്ല, സമകാലിക ലോകത്തിന്റെ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ ഇപ്പൊ കിട്ടും. നല്ല വിശ്വസ്തയോടെയാണ് പാലിക്കുന്നത്. കാരണം അവർക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന മുഴുവൻ വാരുക എന്നുള്ളതാണ് എന്താദർശം പറയുന്നവനും യഥാർത്ഥത്തിൽ ഇപ്പൊ ലക്ഷ്യം എന്നുള്ളതാണ്. ആളുകൾക്ക്
ഇതിന് മടുപ്പ് അനുഭവപ്പെടുന്ന രീതിയിലാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. എന്നിട്ട് വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ, അവരുടെ സാക്ഷ്യങ്ങളൊക്കെ അല്ലാഹുവിനുള്ള സാക്ഷ്യമെന്ന് പിന്നെ ഏതൊരു സാക്ഷ്യം, അതായത് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് സാക്ഷ്യം വഹിക്കണം. അവർ ചാനും ചരിഞ്ഞു ബന്ധുക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ വേണ്ടി ചാനും ചരിഞ്ഞു നിന്നൊന്നും പറയരുത്. സാക്ഷ്യം വഹിക്കുമ്പോൾ കൃത്യവും ഭംഗിയും പൂർണ്ണവുമായി നമുക്ക് ബോധ്യമായ സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്നതാണ്. അപ്പൊ അതിൽ പറഞ്ഞ ഒരുപാട് വിശദീകരിക്കാണ്ട് തൽക്കാലം മനസ്സിലാവുന്നത്, അതായത് സാക്ഷ്യം യഥാർത്ഥത്തിൽ കൃത്യമായി വഹിക്കുന്നവരാകുന്നു. വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ, ആദ്യം സലാത്താണ്, അവസാനം സലാത്ത് ഒരു നിത്യം നമസ്കരിക്കുക എന്നുള്ളത് കൂടെ തന്നെ കൃത്യമായ നമസ്കാരത്തിന്റെ കൂടെ കൃത്യമായ സന്ദർഭം, അതായത് നിത്യേന കൃത്യമായി ഓരോന്നിനും ഒരു സമയം നിശ്ചയിച്ചു, വേണ്ട സമയം, ഓർമ്മ സമയം, അസമ സമയം, അതെല്ലാം കഴിയും. നമുക്ക് സൗകര്യമുള്ള പോലെ പോലെ നിസ്കരിച്ചിട്ട് കാര്യം പറ്റൂല, അത്ര വലിയ ഇഫക്റ്റ് കിട്ടൂല. ഹറാമാണെന്ന് പറയില്ല. ഒരു പറഞ്ഞ സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഔവലൊക്കെ നല്ലതാണ്, പക്ഷെ മുതൽ അസർ വരെ അതിനെ അനുവദിച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നിൽ നിർത്തി ജിബ്രീൽ അലൈഹിസ്സലാം നമസ്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഔവലൊക്കത്തും ആഖിറത്തും. അപ്പൊ അതിന് ഇടയിൽ ആ നമസ്കാരം നിർവഹിക്കണം. കഴിവിന്റെ പരമാവധി ഔവലൊക്കത്തെ പള്ളിയിൽ വസ്തുതയിലൊക്കെ നമസ്കരിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിനെ നിർബന്ധിക്കാൻ പറ്റില്ല. കാരണം മനുഷ്യന്മാർ ഒരുപാട് പ്രവർത്തനങ്ങളും കാര്യങ്ങളായിട്ട് പോകണം. പക്ഷെ അതിന്റെ ഉള്ളിൽ ആക്കുക എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ മീൻകച്ചവടമാണ്, അതുകൊണ്ട് ശരീരമൊക്കെ മോശമാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് മഗ്‌രിബിന് ദുഹറും അസറും മഗ്‌രിബും ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റൂല. ഈ മീൻ തന്നതും അവിടെ കച്ചവടം ചെയ്യുന്നതിനുള്ള ആരോഗ്യം തന്നതും ബുദ്ധി എന്നതും വാങ്ങാൻ ആളെ തന്നതും ഒക്കെ പടച്ചവനാണ്. ആ പടച്ചവനാണ് നീ എന്നോട് വാ എന്ന് വെച്ചാൽ, നമസ്കാരം എന്നത് സത്യവിശ്വാസിക്ക് പ്രായോഗിക ജീവിതത്തിൽ പ്രവർത്തനിക്കാനുള്ള ഊർജം ആവാഹിക്കാനുള്ള ഒരു പ്രത്യേക സന്ദർഭമാണ്. സ്വന്തം രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന മഹാ ഊർജമണ്ഡാലവുമായി നമ്മുടെ ചെറിയ ഊർജം എങ്ങനെ ബന്ധപ്പെടുന്ന സമയമാണ്. അതാണ് സാധാരണ നമസ്കാരം. ആ നമസ്കാരം കൊണ്ട് നമസ്കാരം കൊണ്ട് മ്ലേച്ഛ പ്രവർത്തികൾ, മോശമായ പ്രവർത്തികൾ മാറിപ്പോയില്ലെങ്കിൽ അവരുടെ നിസ്കാരം നിക്കാരായിപ്പോ. നിൽക്കുകയും ഇരിക്കുകയും ചെയ്യണം, ആരാവും നിക്കാരമായിപ്പോ. അപ്പൊ അതുകൊണ്ട് നമസ്കാരത്തിൽ നമുക്കൊരു ചൈതന്യം ഉണ്ടാവണം. അത് ആദ്യവും അവസാനം പറയും. ഈ പറഞ്ഞ എല്ലാവിധ നടപടികളും സ്വീകരിക്കണമെങ്കിൽ, ഒരാളെ സത്യസന്ധത പാലിക്കണമെങ്കിൽ, ഒരാൾ ആർജവത്തോടെ നിലനിൽക്കണമെങ്കിൽ, ഒരാൾ പേടിയില്ലാതെ നിലനിൽക്കണമെങ്കിൽ, കാര്യങ്ങൾ കാണുമ്പോൾ ബേജാറാവാതെ നോക്കിക്കണ്ട് ചെയ്യാനുള്ള കരുത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ ഇടപെടൽ വേണം. ഈ അള്ളാഹുവിന്റെ ഇടപെടൽ ദിവസം 5 പ്രാവശ്യം മിനിമം പോയി ചോദിച്ചു വാങ്ങുക എന്ന ഒരു ഉത്തരവാദിത്വം നമ്മളെ അള്ളാഹുക്കാരായിട്ട് ചെയ്യും. ആ ഉത്തരവാദിത്വം കൃത്യമായും ഭംഗിയായും അതിന്റെ കൃത്യസമയത്ത് തന്നെ പതിവായി ചെയ്യുക എന്നതാണ് ആദ്യവും അവസാനവും പറഞ്ഞത്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ബാക്കി കാര്യമാകുള്ളൂ. അതായത് കൃത്യമായി നമസ്കരിക്കുക, ആ നമസ്കാരത്തിൽ കഴിവിന്റെ പരമാവധി ആത്മാർത്ഥ പുലർത്തുക, എന്നിട്ട് നമ്മുടെ കഴിവുകേടുകളെ എടുത്തു പറഞ്ഞിട്ട് പടച്ചവനെ സഹായിക്കണേ എന്ന് നിസ്സഹായനായി പ്രാർത്ഥിക്കുക. അപ്പോ നമ്മുടെ നല്ല ചിന്ത ഉണ്ടാവും, അപ്പൊ നമ്മുടെ പെരുമാറ്റം നല്ലതാവും, അപ്പൊ നമുക്ക് ബേജാറ് കുറയും, അപ്പൊ നമ്മൾ സത്യസന്ധരായിരിക്കും, നമ്മൾ സാക്ഷ്യം വഹിക്കാൻ തയ്യാറായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും എനിക്ക് കിട്ടിയില്ല, തന്നില്ല, അതൊന്നും കിട്ടിയില്ല, ഞാൻ വെറുതെ മറ്റുള്ളവരെ ഒന്നും പിടിച്ചെടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ എല്ലാം കൂടെ വാരിയിട്ട് ഞാൻ കുറെ കാലം ഇവിടെ ജീവിച്ചത് എന്ന ചിന്തയൊന്നും മനുഷ്യ മനസ്സിലുണ്ടാവില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇസ്ലാമിക മനഃശാസ്ത്രത്തിന് ഏറ്റവും ആഴത്തിലുള്ള ഒരു പഠന മേഖലയിലൂടെയാണ് നമ്മളിപ്പോൾ യഥാർത്ഥം കണ്ടുപോയത്. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വാ, എന്നോട് വാ, ചോദിക്കും, ഞാൻ തരാം. അപ്പൊ അതിൻ്റെതായ എല്ലാവിധ സംഗതികളും പൂർത്തിയാക്കി കൃത്യമായി പതിവായി ചെയ്തു വിജയിക്കുക. അങ്ങനെ ചെയ്ത് വിജയിക്കുന്ന സത്യവിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വലദൈഹി സുബ്ഹാനഹു സുബ്ഹാനക ലാ നഹ്സീ കമാ അഥനൈത നഫ്സഹു ലക اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടൊക്കെ നിങ്ങളോട് പ്രത്യേകമാണ് ശരിയാണ്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യം. ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, കാര്യം നിർബന്ധിക്കാത്തത് കൊണ്ട് ആളുകൾക്ക് ഇതിന്റെ പ്രാധാന്യം പലപ്പോഴും മനസ്സിലാവാതെ അശ്രദ്ധയിൽ ജീവിക്കാറുണ്ട്.
ആ അശ്രദ്ധ മാറ്റണം എന്നതാണ്. പരസ്പരം സ്നേഹത്തോടെ ഉപദേശത്തോടെ അശ്രദ്ധ മാറ്റണം. ശാഖാപരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അടിപിടി കൂടുന്നതിന് അടിസ്ഥാനപരമായി മനുഷ്യന് സമാധാനം ഉണ്ടാവേണ്ട കാര്യങ്ങൾ കൂടുതൽ ഒരാഴ്ച 2 ആഴ്ചയോ പഠിച്ചാൽ തീരാത്ത അതെല്ലാം അങ്ങനെ കളഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആകപ്പാടെ ചിന്തത ഉണ്ടാക്കുന്ന ഒരു പ്രവണത ആധുനിക കാലത്ത് കൂടുതലാണ്, സമകാലികത്തിൽ വളരെ കൂടുതലാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിച്ച് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മനുഷ്യൻ പോകേണ്ട സമയം ഇല്ലെങ്കിലോ നമ്മുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന ആളുകൾ അള്ളാഹു തന്നെ ഉയർത്തിവിടുന്നുള്ള സംശയമില്ലല്ലോ, നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിലനിൽപ്പിനെ തന്നെ സത്യവിശ്വാസികളുടെ നിലനിൽക്കണോ, അവരുടെ സംസ്കാരം ഇവിടെ നിലനിൽക്കണോ, അവരുടെ ശരീരത്തിലൂടെ നിലനിൽക്കണോ വേണ്ടേ എന്നൊക്കെ ഞങ്ങൾ നാലാളത്ത് ചോദിച്ചിട്ട് തീരുമാനിക്കും എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മുടെ നാട് വളർന്നു വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? നമുക്ക് പണി വേറെ ആയതുകൊണ്ട് നമ്മളെ ശിക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ പിന്നെ രക്ഷയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങല്ലാതെ വേറെ നിർത്തിയില്ല. ഇല്ലെങ്കിലോ ഉദയസ്ഥാനങ്ങളുടെയും അസ്തമസ്ഥാനങ്ങളുടെയും സംരക്ഷകന്റെ പേരിൽ നാം ഇതാ സത്യം ചെയ്യുന്നു. അള്ളാഹ് സത്യം ചെയ്യുമ്പോൾ തന്നെ ഒരു വേറെ ഭാഷയിൽ ഉപയോഗിച്ചാൽ അല്ല സത്യമൊന്നും ചെയ്യേണ്ട പറഞ്ഞാൽ മതി. പക്ഷെ തിരിച്ചും ഇവിടെ ചൂണ്ടിക്കാണിക്കാണ് ഉദയസ്ഥാനങ്ങളും അസ്തമസ്ഥാനങ്ങളും. അപ്പൊ അത് ഒരുപാട് വ്യാഖ്യാനങ്ങളാണ്. ഉത്തരധ്രുവത്തിന് ദക്ഷിണധ്രുവത്തിന്റെയൊക്കെ ഉദയസ്ഥാനങ്ങൾ വ്യത്യാസം ഉണ്ടാവും. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ മറ്റൊന്ന് വരെ ഇങ്ങനെ ഉദയസ്ഥാന വ്യത്യാസം ഉണ്ടാവും. ആ അസ്തമസ്ഥാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അതിൽ ഒരുപാട് സയൻസ് വേറെ ഉണ്ട്. അപ്പൊ അതല്ലാതെ നിങ്ങളൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് നിങ്ങളെക്കാൾ നല്ല കുറച്ച് ആളുകളെ കൊണ്ടുവരാൻ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടൊന്നും അല്ല കേട്ടോ. അങ്ങനെ കൊണ്ടുവരാൻ നാം തീരുമാനിച്ചാൽ നമ്മളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമാവില്ല എന്ന ഒരു ഉറച്ച പ്രഖ്യാപനം കൂടി ശക്തമായ താക്കീതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇത് നബിയോട് പറയാം, അവരിങ്ങനെ അന്ധതയിൽ വിഹരിച്ചോട്ടെ, തോന്യാസത്തിൽ കളഞ്ഞു കുളിച്ചോട്ടെ ജീവിതം. കളിക്കട്ടെ എന്നാണ്. ഇതും കൊണ്ട് അവർ കളിക്കട്ടെ. അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമുണ്ട്, അതുവരെ അവർ കളിച്ചോട്ടെ. നാട്ടി നിർത്തിയ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇങ്ങനെ കബറുകളിൽ നിന്ന് പാഞ്ഞു വരുന്ന ഒരു രംഗമുണ്ട്. മഹ്ശറിലേക്ക് പോകുന്ന രംഗത്ത് അതായത് അപമാനം മാരണം ചെയ്ത് തല കൊമ്പിട്ട് ഇങ്ങനെ നഷ്ടകാരികളായി പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ഒരു രംഗുണ്ടാവും. അതുവരെ നീ അവരൊക്കെ വിട്ടേക്ക് പ്രവാചകൻ, ഞാൻ നോക്കിക്കോളാം. സത്യവിശ്വാസികൾക്ക് ആത്മവീര്യം പകരുന്ന ഒരു സംഗതിയാണ്. നമ്മൾ വിശ്വാസികളാകാൻ തയ്യാറുണ്ടെങ്കിൽ അള്ളാഹ് സംരക്ഷിക്കാൻ റെഡിയാണ് എന്ന് പറയുന്നു. ആ വിശ്വാസത്തിന്റെ ബാധ്യത പൂർത്തീകരിക്കാൻ നമ്മളത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്കും കൂടെ എത്തിച്ചു കൊടുക്കണം. എന്തിനാണിത്? ദീനിൽ ആളെ കൂട്ടാനല്ല, മനുഷ്യന് സമാധാനം ഉണ്ടാക്കാൻ. നമുക്കെവിടെയെങ്കിലും ഭരിക്കാൻ ഒരുപാട് ആളെ കൂട്ടാനല്ല, മനുഷ്യന് ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാൻ, മനുഷ്യ മനസ്സുകളിൽ ശാന്തിയും സമാധാനം അല്ലാഹുവിൽ ഇറങ്ങി വരാനുള്ള ഒരിടമുണ്ടാക്കാനാണ്. യഥാർത്ഥത്തിൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യ നന്മയ്ക്ക് മാത്രമാണല്ലോ, എല്ലാ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. ആവശ്യമില്ലാത്തൊരു ചെടിയും വെട്ടാൻ പാടില്ലല്ലോ, ആവശ്യമില്ലാത്ത മലയിൽ ഇടിച്ച് നശിപ്പിക്കാൻ പാടില്ലല്ലോ. വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതിയെ ഒന്നും പാലിക്കാതെ ചെയ്യാൻ ഇസ്ലാം അനുവദിക്കില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ സംഗതികളിലും നീതിപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുന്ന മനസ്സും അതിനനുസരിച്ച് ഒരു ജീവിതക്രമം ഉണ്ടാവാൻ, അങ്ങനെ ശാന്തി പ്രാപിക്കാൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ എന്നാണ്. ഈ ദുനിയാവിലെ നന്മ, ആഖിറത്തിലെ നന്മ, അങ്ങനെയുള്ള നന്മയിലേക്ക് അവസാനം ആ നന്മയുടെ ഏറ്റവും ഉത്തമമായ ശാന്തിയിലേക്കുള്ള ഒരു യാത്ര. ആ യാത്രയിലെ മനുഷ്യന്മാരാണ് സത്യവിശ്വാസികൾ. അവരതിന് മാതൃകയാവണം, മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. ആ ഉത്തരവാദിത്വം എത്രമാത്രം നിർവഹിക്കുന്നുണ്ട് നാം എന്ന് ഓരോ സന്ദർഭത്തിലും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം തന്നെ കുഴപ്പത്തിലായി പോകും. അങ്ങനെ കുഴപ്പത്തിലാവാതെ ഈ ഖുർആനിന്റെ യഥാവിധിയുള്ള സംഗതി പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മാതൃ കാണിക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم بارك لنا أبو بكر وعمر وعثمان وعلي
حمزة والعباس والحسن والحسين وبقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ കുറഞ്ഞു നോക്കാക്കി തന്നെ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യസന്താനങ്ങൾ, സുഹൃത്തുക്കൾ, ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, മറ്റുള്ള മുഴുവൻ സത്യവിശ്വാസികൾ എല്ലാവർക്കും നീ പുറത്തു നോക്കാക്കി തന്നെ തമ്പുരാനെ. ഞങ്ങൾക്ക് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവൻ എന്നുള്ള പൂങ്കാവനങ്ങളാക്കി കൊടുക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നീ സത്യവിശ്വാസവും ഈമാനും ഹിദായത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. വേണ്ടപ്പെട്ട ആളുകളുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഈ ദീൻ യഥാവിധം മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കാൻ, നീ തന്ന ശരീരത്തെ സംരക്ഷിക്കാനുള്ള ആർജവും തന്റെയുടവും ശക്തിയും നീ ഞങ്ങൾക്ക് പകർന്നു തരണേ തമ്പുരാനെ. ശത്രുക്കളെ ഞങ്ങളുടെ മേൽ കുതിര കയറാൻ നീ വിടല്ലേ തമ്പുരാനെ. അന്തസ്സോടെ ജീവിച്ച് അന്തസ്സോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ ഖുർആന്റെ തണലിൽ ജീവിക്കുകയും മറ്റുള്ളവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുത്ത് ശാന്തി ഉണ്ടാക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മരണം ആ സക്രാത്തുൽ മൗത്ത് ഞങ്ങൾക്ക് വേദനാജനകമായ സക്രാത്തുൽ മൗത്ത് ആശ്വാസപ്രദമാക്കി മാറ്റണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മനുഷ്യരെ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയെ ഞങ്ങളെ മോചിക്കണേ തമ്പുരാനെ. ദിവസം നിന്റെ നിഫാദ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ച് ഉത്തരവ് നൽകി അനുഗ്രഹിക്കണേ നാഥ. എപ്പോഴും പ്രാർത്ഥന നിരതമായ ഒരു മനസ്സുമായി ജീവിച്ച് നിന്നിലെത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم. ربنا وآتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.